സ്കീം 2025 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് എഞ്ചിനീയറിംഗിൻ്റെ ഫാർമസി എൻട്രൻസ് എക്സാമിൻ്റെ ടൈം ഒന്നും കുറച്ച് മാറ്റിയിട്ടുണ്ട്. അതായത് 29-ാം തീയതി കൂടി നമുക്ക് എക്സാം വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് അഡ്മിറ്റ് കാർഡിൽ 29-ാം തീയതിയാണ് ഡേറ്റ് വന്നേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു മിസ്റ്റേക്ക് അല്ല, നിങ്ങളുടെ എക്സാം ആ ഒരു ഡേറ്റ് ആണെന്നുള്ളത് ഓർക്കുക കേട്ടോ. അപ്പോൾ നിലവിൽ ഡേറ്റ് വന്നേക്കുന്നത് 23, 25, 26, 27, 28, 29 വരെയും എഞ്ചിനീയറിംഗിൻ്റെ എക്സാം ഉണ്ട്. അതിൽ ഏത് ഡേറ്റാന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ അറിയാൻ പറ്റും. ടൈമും നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഏത് ടൈമാണെങ്കിലും അതിന് 2 മണിക്കൂർ മുമ്പ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ എക്സാം സെൻറ്റർ നിങ്ങൾക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. സോ എക്സാം സെൻറ്റർ എവിടെയാണെന്നൊക്കെയുള്ള വ്യക്തമായ ധാരണയൊക്കെ വെച്ചിട്ട് അത് പോവുക കേട്ടോ. ചിലപ്പോൾ ഉള്ളിലേക്കുള്ള പ്രദേശമാണോ, അവിടേക്ക് വണ്ടി ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ചിട്ട് 2 മണിക്കൂർ മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഫാർമസിയുടെ 24-ാം തീയതി അതുപോലെ തന്നെ 24-ാം തീയതി 2 സെഷനായിട്ട് നടക്കുന്നുണ്ട്. 1, 2 രാവിലെ ഉച്ചയ്ക്കും പിന്നെ 29-ാം തീയതിയാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, 2 മണിക്കൂർ മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇനി മറ്റൊരു നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓൾറെഡി പറഞ്ഞ നോട്ടിഫിക്കേഷൻ തന്നെയാണ്, നമ്മുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷനാണ് അല്ലേ. അപ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും, നമ്മൾ നേരത്തെ ഒരു മെമ്മോ പീരീഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫോട്ടോയിലോ സിഗ്നേച്ചറിലോ SSLC സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീസ് ബാക്കി അടക്കാനുണ്ടെങ്കിൽ, അതായത് ആപ്ലിക്കേഷൻ ഫീസ് ബാക്കി അടക്കാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിലോ നിങ്ങൾ ഇത് വെച്ചിട്ടുണ്ടാവും, മെമ്മോ കൊടുത്തത് ശരിയാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് തടഞ്ഞു വെച്ചിട്ടുണ്ടാവും. സോ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് റിലീസായിട്ട് കിട്ടും കേട്ടോ. അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ 21-ാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ. സോ ഇനിയുള്ള അടുത്ത വർക്കിംഗ് ഡേ ഇല്ലേ, ഇന്നിപ്പോൾ വിഷുവാണ്, അവധിയാണ്. സോ അടുത്ത വർക്കിംഗ് ഡേ നിങ്ങളിത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഒരു അടുത്ത വർക്കിംഗ് ഡേ ഒരു 12 മണിയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു 3 മണിയായിട്ടും ആയിട്ടില്ലെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യുക. കാരണം ഇത് 21-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എക്സാം 24-ാം തീയതിയാണ്. സോ ഒരു തീർച്ചയായിട്ടും ഒരു 18-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്കത് വന്നില്ല എങ്കിൽ, അതിൻ്റെ ഇടയ്ക്ക് ഹോളിഡേയ്സൊക്കെയാണ് നിങ്ങൾ നോക്കിയിട്ട് തീർച്ചയായിട്ടും അത് വാങ്ങിയെടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. എൻട്രൻസ് കമ്മീഷണർ അത് ക്ലിയർ ആക്കി തരും. നിങ്ങൾ ചെയ്യണ അനുസരിച്ചിട്ട്, ക്ലിയർ ആവണ അനുസരിച്ചിട്ട് ശരിയാക്കി തരും. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ സംഭവിക്കരുത്. വീണ്ടും ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്ത് PDF ആക്കി പറഞ്ഞിരിക്കുന്ന സൈസിലാക്കി, അതുപോലെ തന്നെ അതായത് ഒരു നമ്മൾ എടുക്കുന്ന PDF ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. വീണ്ടും മിസ്റ്റേക്ക് വന്നെന്ന് പറഞ്ഞ് തന്നേക്കണം ആ ഒരു PDF എടുത്തിട്ട് വീണ്ടും അവിടെ അപ്ലോഡ് ചെയ്യരുത്. ആ PDF തന്നെ ചിലപ്പോൾ അത് ക്ലിയർ ആവാത്തതുകൊണ്ടായിരിക്കും. സോ ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്ത് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു മാക്സിമം 24 മണിക്കൂറാണ്. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ഒരു 24 മണിക്കൂറിനുള്ളിൽ നമുക്കത് വെരിഫൈ ചെയ്ത് കിട്ടും. ചിലപ്പോൾ അത്ര എടുക്കില്ല, ചിലപ്പോൾ കൂടിയേക്കാം ഈ ഹോളിഡേയ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ. സോ നിങ്ങളുടെ ശരിയായിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് സിയുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ടാവും. സോ അതിൽ അല്ലെങ്കിൽ കോൺടാക്ട്സിലുണ്ടാവും. അത് നോക്കിയിട്ട് നിങ്ങൾ കോൾ ചെയ്യുക. ചിലപ്പോൾ ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ കിട്ടണം എന്നില്ല. 10 മണിക്ക് മുമ്പ് വിളിച്ചാൽ കിട്ടൂല, ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ വിളിച്ചാൽ കിട്ടൂല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ കോൾ ചെയ്തിട്ട് അവിടെ അത് ക്ലിയർ ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ശരിയാക്കുക. അഡ്മിറ്റ് കാർഡ് കിട്ടിയില്ലെങ്കിൽ എക്സാം എഴുതാം. പേടിപ്പിക്കുന്നതല്ല, നിങ്ങൾ ഓക്കെ ആയിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അത് വന്നോളും, കുഴപ്പമില്ല. പക്ഷേ നിങ്ങളത് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് എക്സാമിൻ്റെ തലേന്ന് അഡ്മിറ്റ് കാർഡിന് വേണ്ടി ഓടി നടക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ കുറച്ച് പേർക്കൊക്കെ അങ്ങനെ അഡ്മിറ്റ് കാർഡ് ഇതാവാതെ കഴിഞ്ഞ കൊല്ലം എക്സാം എഴുതാൻ പറ്റിയില്ല. അതുപോലെ +2ൻ്റെ മാർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുക. എക്സാം എഴുതി റിസൾട്ട് വന്നു, നല്ല സ്കോറും ഉണ്ട്. പക്ഷെ +2ൻ്റെ മാർക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ട് അപ്പോൾ അത് റാങ്ക് ലിസ്റ്റ് പെടാതെ പോയവരും ഉണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യാൻ നമ്മൾ എല്ലാ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സിയിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും അറിയാവുന്നവരുടെ അടുത്ത് ചോദിച്ചിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യണം. നിങ്ങൾ ഇതിനെ നിസ്സാരമായിട്ട് കാണരുത് കേട്ടോ. ഇതിൽ പേടിക്കാനൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താലാണ് കറക്റ്റായിട്ട് കാര്യങ്ങൾ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, അപ്പോൾ നിങ്ങൾ 12ന് ഉപയോഗിച്ച നമ്മുടെ
ഹോൾ ടിക്കറ്റ് ഉണ്ടല്ലോ, എക്സാം ഹോൾ ടിക്കറ്റ്, അത് വേണമെങ്കിൽ കൊണ്ടുപോകാം. പക്ഷെ അതിലൊരു ഫോട്ടോ ഉണ്ടാവണം നിങ്ങളുടെ എന്നുള്ളതാണ്. ബാങ്ക് പാസ്ബുക്ക് കൊണ്ടുപോകാം, അവിടെയും ഫോട്ടോ വേണം. അപ്പോൾ ഫോട്ടോ പതിച്ച ഒരു തിരിച്ചറിയൽ കാർഡ് നിങ്ങൾക്ക് ഇവ ലൈസൻസ് ആണെങ്കിൽ പോലും റേഷൻ കാർഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ ഒരു ID പ്രൂഫായിട്ട് കൊണ്ടുപോകാം. ആധാർ ഉള്ളവർക്കൊക്കെ അത് തന്നെ മതി. എന്താണെങ്കിലും ഫോട്ടോ പതിച്ച ഒരു തിരിച്ചറിയൽ കാർഡ് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണം. അത് കളറിലാവാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആകുമ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ കളറിൽ തന്നെ അത് കൊണ്ടുപോകാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ 2 നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. സോ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ചെയ്യുക. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.